ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്ത തിരുവനന്തപുരം മേയർ വി രാജേഷ് കേസുമായി ബന്ധപ്പെട്ട് റാന്നി കോടതിയിൽ ഹാജരായത് മേയറുടെ ഔദ്യോഗിക വാഹനത്തിലാണ്. സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാൻ പാടില്ലെന്നിരിക്കെയാണ് നടപടി മേയറുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുകയാണ്. കമലേഷ്, ഇതാ മേയർ ഇങ്ങനെ ഒരു ചട്ടലംഘനം നടത്തുകയാണ്. എന്നായിരുന്നു സംഭവം ഉണ്ടായത്? അക്ഷയ്, മേയർ ഈ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ആക്ഷേപങ്ങൾ നേരത്തെ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സുഗതൻ, അതായത് കൗൺസിലറായിട്ടുള്ള BJP നേതാവും ഈ കാപ്പ ലിസ്റ്റിൽ ഉൾപ്പെടെ വന്നിട്ടുള്ള ഗുണ്ടാ നേതാവുമായിട്ടുള്ള സുഗതൻ്റെ വീട്ടിൽ സന്ദർശനം നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം, ഇത്തരം കാര്യങ്ങളിലെല്ലാം ഈ ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്യുന്നു എന്ന ആക്ഷേപം പ്രധാനമായും CPIM ഉൾപ്പെടെയുള്ള പാർട്ടികൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതോടൊപ്പമാണ് ഏറ്റവും വലിയ ഒരു നിയമലംഘനം കൂടി മേയറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നേരത്തെ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിൽ ഹാജരാകുന്നതിന് വേണ്ടി എത്തിയപ്പോഴാണ് ഔദ്യോഗിക വാഹനവുമായി മേയർ കോടതിയിൽ എത്തിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഔദ്യോഗിക വാഹനം അത് ഔദ്യോഗിക കാര്യങ്ങൾക്കല്ലാതെ, ഔദ്യോഗിക പരിപാടികൾക്ക് പോകുമ്പോഴല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല, സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. ആ നിയമം ലംഘിച്ചുകൊണ്ടാണ് റാന്നിയിൽ, അതായത് പത്തനംതിട്ട ജില്ലയിലേക്ക് ഇത്തരത്തിൽ ഔദ്യോഗിക വാഹനവുമായി മേയർ പോയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ജില്ല വിട്ട് പുറത്തേക്ക് പോകണമെങ്കിൽ കൂടി അത് ഔദ്യോഗിക വാഹനം ഉപയോഗിച്ച് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ജില്ലയ്ക്ക് പുറത്ത് ഏതെങ്കിലും തരത്തിൽ മേയറെ ക്ഷണിക്കുന്ന അല്ലെങ്കിൽ ക്ഷണിക്കപ്പെട്ട അതിഥിയായി മേയർ പങ്കെടുക്കേണ്ട ഔദ്യോഗിക പരിപാടികൾ ഉണ്ടെങ്കിൽ മാത്രമേ ജില്ലയ്ക്ക് പുറത്തേക്ക് ഉൾപ്പെടെ ഈ ഔദ്യോഗിക വാഹനം ഉപയോഗിച്ച് മേയർക്ക് യാത്ര ചെയ്യാൻ കഴിയൂ എന്നതാണ് നിലവിലെ നിയമം. ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സ്വകാര്യ ആവശ്യങ്ങൾക്കൊക്കെയും, അതായത് പാർട്ടി കേസിൽ കോടതിയിൽ ഹാജരാകാൻ ഉൾപ്പെടെ ഈ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ BJP നേതാക്കളായിട്ടുള്ള പ്രവർത്തകരായിട്ടുള്ള ഈ കേസിലെ പ്രതികൾക്കൊപ്പമാണ് മേയർ കോടതിയിൽ എത്തിയിട്ടുള്ളത്, വി രാജേഷ് കോടതിയിൽ എത്തിയിട്ടുള്ളത് എന്നതുകൂടി ഗൗരവതരമായ ഒരു കാര്യം കൂടിയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇന്നിപ്പോൾ രാവിലെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. റാന്നി കോടതിയിൽ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് BJP വലിയ സമരങ്ങളൊക്കെ നടത്തിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ സമരത്തിൻ്റെ ഭാഗമായി കേസിൽ ഉൾപ്പെട്ട പ്രതികൾക്കൊപ്പം അതിലൊരു പ്രതി കൂടിയാണ് വി രാജേഷും. അതിൽ ജാമ്യം എടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് വി രാജേഷ് എത്തിയിട്ടുള്ളത്. പക്ഷേ മേയറുടെ ഔദ്യോഗിക വാഹനത്തിലാണ് ഈ കാര്യങ്ങൾക്കെല്ലാം മേയർ സഞ്ചരിക്കുന്നത് എന്നതാണ് നിലവിൽ ഏറ്റവും വലിയൊരു ആക്ഷേപമായി വരുന്നത്. ഇതിനെതിരെ വലിയ വിമർശനവുമായി CPIM ഉൾപ്പെടെയുള്ള നഗരസഭയിലെ തന്നെ പ്രതിപക്ഷ കക്ഷികളും രംഗത്തെത്തിയിട്ടുണ്ട്. അക്ഷയ്, കമലേഷ്, എന്താണ് മേയറുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വിശദീകരണം ഇത് സംബന്ധിച്ച് ലഭിക്കുന്നുണ്ടോ? അക്ഷയ്, മേയർ ഇത് സംബന്ധിച്ച് പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഇന്നാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഏതായാലും പ്രതിപക്ഷത്തിൻ്റെ ഒരു വലിയ വിമർശനം വരുന്നുണ്ട്. അത് നമുക്ക് പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണം എടുക്കാവുന്നത് കൂടിയാണ്. ഏതായാലും ആ നിലയിൽ SP ദീപക് ഉൾപ്പെടെ LDFിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവായിട്ടുള്ള, നഗരസഭയിലെ പാർലമെൻ്ററി പാർട്ടി നേതാവായിട്ടുള്ള SP ദീപക് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വലിയ ഒരു നിയമലംഘനം അത് തുടർച്ചയായി മേയറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരു പ്രധാനപ്പെട്ട സംഭവം അതിൻ്റെ ഫോട്ടോ സഹിതം ഇപ്പോൾ പുറത്തു വന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. അതിനു മുൻപ് ജില്ലയ്ക്കകത്ത് തന്നെയാണെങ്കിൽ പോലും, അതായത് ഈ കോർപ്പറേഷൻ പരിധിയിലാണെങ്കിൽ പോലും ഇത്തരത്തിൽ സ്വകാര്യമായ കാര്യങ്ങൾക്കെല്ലാം ഈ മേയറുടെ വാഹനം ഉപയോഗിച്ച് തന്നെയാണ് മേയർ സഞ്ചരിക്കുന്നത് എന്ന ആക്ഷേപവും പ്രതിപക്ഷം പ്രധാനമായ ഒരു വിഷയമായി തന്നെ ഉയർത്തുന്നുണ്ട്. അക്ഷയ്.